ഇംഗ്ലണ്ടിനെതിരായ ജയത്തിന് പിന്നാലെ ലോകകപ്പ് വേദിയിൽ അർജന്റീന ബ്രിട്ടൻ രാഷ്ട്രീയ പോര് ചർച്ചയാക്കിയ അർജന്റീന താരങ്ങൾ. ഫോക്ലാൻഡ് ദ്വീപ് അർജന്റീനയുടേതെന്ന ബാനർ ഉയർത്തിയായിരുന്നു മെസ്സി അടക്കമുള്ള താരങ്ങളുടെ ആഘോഷം. അച്ചടക്ക ലംഘനത്തിന് ഫിഫയുടെ നടപടി അർജന്റീന നേരിടേണ്ടി വരും. അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ വന്നപ്പോഴെല്ലാം കളത്തിലും പുറത്തും അത് പോരാട്ടമാണ്, കണക്കു തീർക്കലാണ്. പതിറ്റാണ്ടുകളായുള്ള വേദനയ്ക്ക് മറുപടിയായി ഇംഗ്ലണ്ടിന്റെ മുറിവിൽ ഉപ്പ് തേച്ച് അർജന്റീൻ താരങ്ങളുടെ ആഘോഷം. പരാജയത്തിന്റെ നിരാശയിൽ ഇംഗ്ലണ്ട് തലകുനിച്ചു നിൽക്കുമ്പോൾ എങ്ങുനിന്നോ കിട്ടിയ ഒരു ബാനർ അർജന്റീൻ താരങ്ങൾ ഉയർത്തി. ഫോക്ലാൻഡ് ദ്വീപുകാർ അർജന്റീനക്കാരാണെന്ന് സ്പാനിഷിൽ എഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു മെസ്സി അടക്കമുള്ള താരങ്ങളുടെ ആഘോഷം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപായ ഫോക്ലാൻഡിനെ ചൊല്ലി അർജന്റീനയും ബ്രിട്ടനും തമ്മിൽ കാലങ്ങളായുള്ള അവകാശ തർക്കമുണ്ട്. 1982 അതൊരു യുദ്ധമായി മാറിയപ്പോൾ അർജന്റീനയ്ക്ക് നഷ്ടമായത് 649 സൈനികരുടെ ജീവൻ, 255 ബ്രിട്ടീഷ് സൈനികരും കൊല്ലപ്പെട്ടു. ദ്വീപിലെ ഭൂരിപക്ഷ അഭിപ്രായം കാരണം അന്തിമ വിജയം ബ്രിട്ടനെങ്കിലും ഇന്നും അർജന്റീനയ്ക്ക് അതൊരു തീരാ നോവാണ്. ലോകകപ്പ് ഫൈനലിലെത്തിയ ആഹ്ലാദത്തിനിടയിലും അർജന്റീൻ താരങ്ങൾ ഫോക്ലാൻഡിനായി ജീവൻ നൽകിയവരെ മറന്നില്ല. ലിസാൻഡോ മാർട്ടിനസും ലോസെൽസോയുമാണ് ആദ്യം ബാനറുമായി എത്തിയതെങ്കിലും ആരാണിത് നൽകിയതെന്ന് വ്യക്തമായിട്ടില്ല. കളത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് ഫിഫ ചട്ടങ്ങളുടെ ലംഘനമായതിനാൽ അർജന്റീനയ്ക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനമുയരുകയാണ്. എന്നാൽ ടീമിന് പൂർണ്ണ പിന്തുണ അർജന്റീൻ സർക്കാർ പ്രഖ്യാപിച്ചു. ഇത് വെറുമൊരു മത്സരമല്ലെന്ന് പറഞ്ഞ വൈസ് പ്രസിഡന്റ് വിക്ടോറിയ യുദ്ധകാലത്തെ ദൃശ്യങ്ങളും എക്സിൽ പങ്കുവച്ചു. 2014 സമാന വിഷയത്തിന് അർജന്റീനയ്ക്ക് ഫിഫ $20,000 പിഴ ചുമത്തിയിരുന്നു. ഇത്തവണ ലോകകപ്പിൽ ഇറാനെതിരായ പ്രതിഷേധമുയർന്നെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല. പലസ്തീൻ അനുകൂലമായി ഈജിപ്ത് പരിശീലകൻ പതാക ഉയർത്തിയ സംഭവത്തിലും തുടർ നടപടിയുണ്ടായിരുന്നില്ല. അർജന്റീനയുടെ ബാനർ ഉയർത്തലിൽ ഫിഫ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.